ചോദിച്ചു നോക്കാമെന്ന് കരുതുന്നു എന്നുള്ളതാണ്. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയായിരുന്നോ? അവിടെ ഇതിന്റെ പുറകിൽ. എന്താണ്? എൻ്റെ പേര് രാജൻ. ഇവിടെയൊക്കെ നേരത്തെ വലിയ വീടൊക്കെ ആയിരുന്നു? ഇവിടെ കംപ്ലീറ്റ് വീടായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ റോഡാണ്. ഈ റോഡിന്റെ ഇങ്ങേ വശം ഫുള്ള് വീടാ, മുകളിൽ താഴെ വരെ വീടാ. ഈ വീട്ടിലുള്ളവർ കംപ്ലീറ്റ് പോയി. മുകളിലേക്ക് നേരത്തെ നിർദ്ദേശം നൽകിയായിരുന്നു നിങ്ങൾക്ക് ഈ മഴയൊക്കെ കൂടുന്ന സമയത്ത്? ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. മുകളിലൊരു കോളനി ഉണ്ട്. അപ്പൊ കോളനിക്കാരെ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് മെമ്പർ ഇവരൊക്കെ വന്നിട്ട് മാറ്റി. അവര് ഞായറാഴ്ച മാറ്റി ചൂരമല സ്കൂളിലേക്ക്. അതിൽ ഒരാൾ ഇപ്പോൾ കാട്ടിൽ തന്നെ ഉണ്ട്, പുള്ളി വന്നിട്ടില്ല. ബാക്കിയുള്ളൊരു ക്യാമ്പിലുണ്ട് ഇപ്പോൾ. ഹൈസ്കൂളിന്റെ ക്യാമ്പിലുണ്ട്. ബാക്കിയുള്ള ഈ പ്രദേശത്തുള്ള ഈ ആളുകളെല്ലാം തന്നെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? എല്ലാവരും ഇവിടെ ഈ വീടുകളിലൊക്കെ ആൾക്കാർ രാത്രി കിടന്നുറങ്ങിയവരാ. ഇതെല്ലാവരും നമ്മൾ വൈകുന്നേരം കണ്ടിട്ട് മുണ്ടക്കൈ ടൗണിൽ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് ഇവരൊക്കെ ഇവിടെ നിന്നു. നമ്മളെ വീട് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ആ മരം നിൽക്കുന്നില്ലേ, ആ മരം മുതലുള്ള വീടുകളിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് പോയവരാ. വീട് ഇവിടെ ഈ മുണ്ടക്കൈ ടൗണിന്റെ ഇപ്പുറത്ത് എന്തായാലും പോയ വീടുകളെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 19 വീടിന്റെ മുകളിൽ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, മട്ടത്ത് മാത്രം. പിന്നെ ബാക്കിയുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-12 വീട് ഇപ്പോൾ ഓൾറെഡി വലിയ കേടുപാടുകൾ തകർന്ന വീടുകളുമാണ്. അങ്ങനെയാണുള്ളത്. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു? 2020 ഇത് ഈ പൊട്ടിയന്റെ തൊട്ട് താഴ്ന്ന ഒരു ചെറിയൊരു പൊട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ഈ മരം വന്ന് പാലത്തിന്റെ ഫില്ലറിൽ ബ്ലോക്കായിട്ട് റോട്ടിൽ കൂടെ കയറി വന്നു വെള്ളം. അങ്ങനെ വന്നിട്ട് ഇതിന്റെ തൊട്ട് താഴെ 2 വീട് ഫുള്ളായിട്ട് പോയി. അവർക്ക് വേറെ വീട് കൊടുത്തു. ഒരാൾക്ക് വീട് കിട്ടി, ഒരാൾക്ക് വീട് കിട്ടിയിട്ടില്ല. പിന്നെ റോഡൊക്കെ അപ്പുറത്തെ എസ്റ്റേറ്റുകാർ റോഡൊക്കെ ശരിയാക്കി, കറണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെയാണ് നമുക്കും കറണ്ടൊക്കെ വന്നത്. അങ്ങനെ പിന്നെ നമ്മളിവിടെ പിന്നെ താമസം തുടങ്ങി. അങ്ങനെ പോലും ഈ പുച്ചിരിമട്ടത്തെ മാത്രമായിരുന്നു ആ സമയത്ത് ആ വെള്ളപ്പൊക്കമൊക്കെ ബാധിക്കുന്നത്? അതായത് ഈ മുണ്ടക്കൈയിലൊക്കെ ഇത്തരത്തിൽ പിന്നെ മുണ്ടക്കൈക്ക് ബാധിച്ചിട്ടില്ല, ചൂരമലയ്ക്കൊന്നും ബാധിച്ചിട്ടില്ല. പുഴയിൽ കൂടെ തന്നെ വന്ന് നേരെ ചൂരമല അമ്പലത്തിന്, അന്ന് അമ്പലത്തിനൊന്നും പ്രശ്നമില്ല, പാലത്തിനും കുഴപ്പമില്ല, നേരെ പുഴയിൽ കൂടെ തന്നെ പോയി. ആരും മരിച്ചിട്ടില്ല. വീടുകൾ 2 വീട് മുണ്ടക്കൈയിൽ മാത്രമേ അന്ന് പോയിട്ടുള്ളൂ. ബാക്കി വേറെ ആൾക്കാർക്കൊന്നും പ്രശ്നങ്ങളൊന്നും വന്നു. ഈ സുരക്ഷിത സ്ഥാനമെന്ന് കരുതി മുണ്ടക്കൈയിലേക്കൊക്കെ മാറി താമസിച്ചവർക്കൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടല്ലേ? ബാധിച്ചിട്ടുണ്ട്. എത്രത്തോളം ആളുകൾ, അതായത് ഈ പറയുന്ന മുണ്ടക്കൈയിൽ മാത്രം എത്രത്തോളം വീടുകൾ ഉണ്ടായിരുന്നു? അപ്പൊ തന്നെ ഈ ഒരു റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ? റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഉരുൾപൊട്ടലിൽ പോയ റിസോർട്ട് ഒന്നിതാണ്. ഇവിടെ റിസോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ റിസോർട്ടിൽ പണിക്കാരുണ്ടായിരുന്നു. അന്ന് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അവരെ കണ്ടതാണ്, സ്ത്രീകളെയും കുട്ടികളൊക്കെ. അവരെ പിന്നെ ഒരു വിവരവും പിന്നെ ഇതുവരെ എവിടെ ഉള്ളതെന്നൊന്നും അറിയില്ല. എന്തായാലും റിസോർട്ടൊക്കെ പോയ സ്ഥിതിക്ക് അവർ ഇതിൽ പെട്ടിട്ടുണ്ടാവുന്നതാണ് നമ്മളൊരു ഇത്. പിന്നെ റിസോർട്ടുകൾക്ക് ബാധിച്ചിട്ടുള്ള പിന്നെ റിസോർട്ടുകളൊന്നും ഇവിടെ ഈ പോയതിലില്ല. കംപ്ലീറ്റ് വീടുകളും എസ്റ്റേറ്റിന്റെ പാടികൾ, ലയങ്ങളുണ്ടായിരുന്നു. അതിഥി തൊഴിലാളികളൊക്കെ കൂടുതലുണ്ടായിരുന്നത് അതിഥി തൊഴിലാളികൾ പെട്ടിട്ടുള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ ഫാക്ടറിന്റെ പുറകിലൊരു ഈ കോട്ടേഴ്സ് ഉണ്ടായിരുന്നു, കമ്പനീന്റെ HML-ന്റെ. അതിൽ കുറെ പണിക്കാർ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്രത്തോളം പേരുണ്ടെന്ന് അവര് നമുക്ക് എസ്റ്റേറ്റ് ആയിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അവരെ കറക്റ്റ് അറിയില്ല. എന്നാലും ഒരു 10-20 ആളെ കാണേണ്ടതാണ് ഏകദേശം. അവരൊന്നും ഇപ്പോൾ എവിടെയും കണ്ടിട്ടില്ല, എവിടെയും ക്യാമ്പിലൊന്നും ഇല്ലാന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ഹിന്ദിക്കാരായതുകൊണ്ട് നമ്മളങ്ങനെ ഇതില്ല, സംസാരിക്കലോ ഒന്നും ഇല്ലല്ലോ. അവിടെ ആളുണ്ടായിരുന്നു, അത് 100% ഉറപ്പാണ്. ഈ സർക്കാർ ഇപ്പൊ പറയുന്ന കണക്കനുസരിച്ച് ഒരു 152 പേരോളം ഇനി കാണാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അതിലും മേലെ വരേണ്ടതാണ്. അതിനേക്കാളൊക്കെ മുകളിൽ, അതിനേക്കാളും കൂടുതൽ ആളുണ്ടായിരുന്നു. മുണ്ടക്കൈയിൽ മാത്രം നമ്മൾ ഏകദേശം മുണ്ടക്കൈയിൽ നിന്ന് ഇങ്ങോട്ട് കണക്ക് കൂട്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു 200 ആളെ ചുവടെ കാണേണ്ടതാണ്. മിസ്സിംഗ് ആയവരിപ്പം മരിച്ചതും ഇനി കിട്ടാനുള്ളവരൊക്കെ കൂടി ഒരു 200 ആളെ ചുവടെ ഉണ്ട്. ഇപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് ചേട്ടനിടയ്ക്ക് ചോദിച്ചറിയുന്നത്? അതായത് ഇവിടെ എങ്ങനെ ഉണ്ടെന്ന്? ഞാനിപ്പോ ഇങ്ങനെ വെറുതെ വീടൊന്നും നോക്കാന്ന് വിചാരിച്ച് വന്നാണ് രാവിലെ. അപ്പൊ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ സാറ് വിളിച്ചിട്ട് ഇവിടെ ഉള്ള ആളാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു. വീട് ചോദിച്ചപ്പോൾ വീട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്, ഏതൊക്കെ വീടാണെന്ന് ചോദിച്ചു. അപ്പൊ അതിങ്ങനെ പറഞ്ഞു അതൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്ക് അറിയുന്ന പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ 1-2 ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഒരുവിധം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സങ്കടം വരുന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒന്നിച്ച് പണിക്ക് പോകുന്നതാണ് രാവിലെ. പിന്നെ വൈകുന്നേരം വന്നാൽ നമ്മളൊക്കെ വൈകുന്നേരം ഈ ചെറിയൊരു ഗ്രാമമാണ് മുണ്ടക്കൈ. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി നിൽക്കുക. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വരല്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിക്കും. ഇത് പൊട്ടിയിട്ട് ഫസ്റ്റത്തെ പൊട്ട് 1:35 ആ സമയത്താണ് ഈ ഫസ്റ്റിൽ നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്താണ് ഈ സൗണ്ട് കേട്ടിട്ട് ചാടി എണീച്ചിട്ട് എങ്ങോട്ടാ ഓടേണ്ടത് മനസ്സിലായില്ല. കാരണം ഇത് ഏരിയ വരുന്നത് എന്താണെന്ന് ഉരുള് പൊട്ടിയെന്ന് മനസ്സിലായി, പക്ഷെ ഇത് എങ്ങോട്ടാ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് വിചാരിച്ച് നമ്മൾ പണ്ട് പൊട്ടിയിട്ട് ഈ പാലത്തിന്റെ പുഴയെ കൂടി തന്നെ പോയല്ലോ, അതേപോലെ പുഴയെ കൂടി തന്നെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാതിൽ തുറക്കുന്നത്. വാതിൽ തുറക്കുമ്പോൾ ഈ കാണുന്ന ഈ കുളത്തിന്റെ അവിടെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് ഓടി വരിക. അതായത് ഈ വീട്ടിലത്തെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു വെള്ളത്തിൽ ഒഴുകിയിട്ട്.
അതിൽ അപ്പുറത്തെ വീട്ടിലത്തെ ഒരാൾ ഇങ്ങോട്ടും വന്നു, അനിയൻ ചെക്കൻ വെള്ളത്തിൽ പോവുകയും ചെയ്തു. അങ്ങനെ ചേട്ടനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഇവിടെയുള്ള വീട്ടുകാർ കംപ്ലീറ്റ് അങ്ങോട്ട് കൊണ്ടുവന്ന് അവരൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് നിന്നിട്ട് പിന്നെ കുറച്ച് നേരം നിന്ന് പിന്നെ കുറേ പേര് ഇതിലേ കയറി മേലെ 10 ഏക്കർ റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ നിന്നു. അപ്പോൾ നമ്മൾ ഒരു വട്ടം പൊട്ടിയല്ലോ, അപ്പോൾ ഇനി പൊട്ടൂല. പിന്നെ തന്നെയല്ല സുഖമില്ലാത്ത 2-3 വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് ആ മഴയത്ത് അങ്ങോട്ട് പോലെ റിസ്ക് അല്ലേ, വേറെ ആണുങ്ങൾ കുറവാണ്. അപ്പോൾ ആ സമയത്ത് ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ വീട്ടിൽ തന്നെ നിന്നു. ഞാൻ പറഞ്ഞു ഇത് പോയത് നമ്മൾ അറിയില്ല. അല്ല, ഈ വീടുകൾ പോയ വിവരം നമ്മൾ അറിയില്ല. അപ്പോൾ ഈ വീട്ടിലത്തെ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഒരാളാ വീടാണിത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളിൻ്റെ ഫോൺ ബിസിയാണ്. അപ്പോൾ മോനെ വിളിച്ചപ്പോൾ മോൻ്റെ ഫോണിലേക്ക് കോളൊന്നും പോകുന്നില്ല, എന്ന് പറയുന്നുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ അവരെ രക്ഷിക്കുന്ന ആ തിരക്കിൽ നമ്മൾ പിന്നെ അവിടെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ സമയമായപ്പോഴത്തേക്കും അടുത്ത പൊട്ട്. അത് ഭയങ്കര ഭീകരമായ പൊട്ടാണ്, രണ്ടാമത് പൊട്ടിയേ. ആ പൊട്ടോട് കൂടി പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ആരും നിൽക്കണ്ട, എല്ലാവരും പോവാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിലേക്ക് കയറി നേരെ അവിടെ ഉള്ളവരെ കംപ്ലീറ്റ് നമ്മൾ ഒരു 20-25 ആളോളം അവിടെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരും കയറ്റി നേരെ ഇതിൽ കയറി നേരെ റിസോർട്ടിലേക്ക് പോയി. റിസോർട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ രാവിലെ ഒരു 5 മണി. അപ്പോൾ നമുക്ക് നേരം വെളുത്തല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഒന്നാമത് കറണ്ടും ഇല്ല, പിന്നെ ടോർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലുമാണ്. അപ്പോൾ മൊബൈലാണ് കയ്യിലുള്ളത്. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്നും തിരയാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ രാവിലെ വന്ന് നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ഈ പാറക്കെട്ടില്ലേ അതിന് തൊട്ട് മുകളിലായിട്ട് ആ 10 റിസോർട്ടുകാരത്. നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത എന്താണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് സമയം ഒരു 5:45-6 മണി വെളുത്ത് വരുന്നുള്ളൂ. ഇത് കണ്ടപാടും ആകെ നമ്മൾ മൊത്തം പ്രദേശത്തുണ്ടായിരുന്ന കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ മുണ്ടക്കൈയിലേക്ക് മാറി താമസിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലല്ല, ഇവിടെ ഉള്ളവരൊന്നും ഇവിടെ 2-3 വീട്ടിലുള്ളവര് തിങ്കളാഴ്ച പകല് മേപ്പാടിയിലേക്ക് മാറി. അതായത് അവരെ കുടുംബക്കാരുണ്ട് മുകളിൽ, അപ്പോൾ അങ്ങോട്ട് പോയി. അവരിപ്പോൾ നമ്മളെ ക്യാമ്പിലുണ്ട്. ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പോയവരാണ്. ഇവിടുന്ന് താഴോട്ടുള്ള വീടുകളിൽ ഇവിടെ ഒരു 5-6 വീടുണ്ട്. അതിലൊരു 4 വീട്ടിലും ഫുള്ളായിട്ട് ആളുണ്ടായിരുന്നു. അവരൊക്കെ മിസ്സിംഗ് ആണ്. പിന്നെ ഈ കല്ല് കിടക്കുന്നില്ലേ, ഇവിടെ ഒരു 4 വീടുണ്ടായിരുന്നു. ആ നാട്ടിലുള്ളവരെ ആ 4 വീട്ടിലുള്ളവരെ 3 വീട്ടിലത്തെ ആൾക്കാരെ 2-3 ആയിട്ട് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഒരു 3-4 പേരെ കിട്ടാനുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബംഗ്ലാവുണ്ട്, പ്രാർത്ഥേട്ടൻ എന്ന് പറയും. അവരെ 2 ആളെയും കിട്ടി. അത് നിലമ്പൂരിൽ നിന്നാണ് കിട്ടി, ചാലിയാറിന്ന്. പിന്നെ ഈ റിസോർട്ടിലുള്ളവരെ മിസ്സിംഗ് ആണ്. പക്ഷെ അവരെ കിട്ടിയോ? അവിടെ ഈ റിസോർട്ടിൽ മറ്റേ വിനോദസഞ്ചാരികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിനോദസഞ്ചാരികളെ കണ്ടിട്ടില്ല. അതായത് തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഈ പുഴേന്റെ വക്കിലാണ് റിസോർട്ടുള്ളത്. നമ്മളവിടെ പോയി നിന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം എത്ര വരുന്നുണ്ട്. അന്ന് വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ പൊട്ടിയതിൻ്റെ ഒരു സൂചന ഒന്നുമില്ല. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വണ്ടികളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പകലെങ്ങാനും വന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. അതായത് വേറെ പിന്നെ പ്രത്യേകിച്ച് ആരെങ്കിലും അവിടെ കണ്ടിട്ടില്ല. പുതിയതായിട്ടുള്ളവരെ പണിക്കാരവിടെ ഉണ്ട് എന്തായാലും. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. പലരെയും പിന്നീട് കാണാൻ പറ്റിയില്ല. ആ സമയത്ത് ആദ്യ പൊട്ടലുണ്ടാകുന്ന സമയത്ത് തന്നെ ഇവർ ഇവിടുന്ന് മാറിയതുകൊണ്ടാണ് ഭാഗ്യവശാൽ ഇവർക്ക് രക്ഷ നേടാൻ സാധിക്കുകയും ചെയ്തു. മുകളിലുള്ള ആ റിസോർട്ടിലേക്ക് മാറുകയും ചെയ്തു. ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു, അവയെല്ലാം ഒഴുകിപ്പോയി എന്നുകൂടിയാണ് പറയുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും വ്യാപകമായി തന്നെ തുടരുകയാണ്. അഭിലാഷ്. മിഥുൻ ആണ് പ്രദേശവാസിയുടെ പ്രതികരണം ഉൾപ്പെടെ നൽകിയത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അതായത് ഒരു റോഡ് അവിടെ ഉണ്ടായിരുന്നു, ആ റോഡിന് മറുഭാഗത്ത് വീടുകൾ ആയിരുന്നു. എല്ലാ ദിവസവും ഒരു ചെറിയ ഗ്രാമം എന്ന നിലയിൽ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. വൈകിട്ട് 7 മണിയോടെയൊക്കെയാണ് വീടുകളിലേക്ക് പോകാറുള്ളത്. അങ്ങനെ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിന്റെ ഭംഗി, കൂട്ടായ്മ, അതെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.